അമ്മായച്ചൻ കാരണം ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത പെൺകുട്ടി. ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. പക്ഷേ ആ വീട്ടിലെ അച്ഛൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിലും അച്ഛൻ ഇടപെടും. അടക്കളക്കാര്യം മുതൽ ബാക്കിയുള്ള എല്ലാത്തിലും എല്ലാ കാര്യത്തിനും അച്ഛൻ്റെ സമ്മതം ചോദിക്കണം. അത് കിട്ടിയെങ്കിലേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ എന്ത് കാര്യവും. ഞാൻ എന്ന ഒരു ഭാവത്തിൽ നടക്കുന്ന ഒരു അച്ഛനാണ്. ഈ പെൺകുട്ടി കയറി വന്നതിന് ശേഷം പെൺകുട്ടിയോടും ഇതുപോലൊക്കെ പെരുമാറി തുടങ്ങി. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് വഴക്ക് പറയും, സ്വന്തം വീട്ടുകാരെ കുറ്റം പറയും. ഇതൊക്കെ നോക്കിയിട്ടിരിക്കും ഭർത്താവ്, ഒന്നും മിണ്ടൂല. പെൺകുട്ടി ചോദിക്കും, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ? ഭർത്താവ് പറയും, എനിക്ക് അച്ഛനോട് എന്നും എതിർത്തിട്ടുള്ള ശീലമില്ല, എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല, നീ ഇത് ശീലമായിക്കോളും, ഞങ്ങളൊക്കെ ശീലമായവരാണ്. അങ്ങനെ ഒരിക്കലും ശീലമാവാൻ കഴിയില്ല. പഴയ ഒരു മണ്ണിൽ നിന്ന് ഒരു ചെടിയെ പറിച്ച് പുതിയൊരു മണ്ണിൽ കുഴിച്ചിടുമ്പം അവിടെ വേരോടാൻ സമയം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായാൽ പുതുതായിട്ട് കടന്നു വരുന്ന പെൺകുട്ടികൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ബന്ധങ്ങൾ തകരാനൊക്കെ അത് കാരണമാകും. ഈ ഭർത്താവ് എത്ര സ്നേഹിച്ചിട്ടും എങ്ങനെ പരിഗണിച്ചിട്ടും ഈ പെൺകുട്ടിയിലേക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അച്ഛൻ്റെ ഈ സ്വഭാവവും ഇടപെടലും കൊണ്ട്. ഇങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തെ നിങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയുകയാണെങ്കിൽ ഇത്തരം വീടുകളിലേക്ക് പരമാവധി പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവന്ന് ദീർഘനാൾ നിർത്തുന്നതിൻ്റെ പ്ലാനിങ് മാറ്റി മറ്റൊരു പ്ലാൻ നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടികളൊക്കെ ഈ ടോക്സിക്കിൻ്റെ ഭാഗമായിട്ട് മാറും. അവരും മറ്റൊരു തരത്തിൽ നാശമാവാനും അവരുടെ സ്വഭാവം മോശമാകാനൊക്കെ കാരണമാകും. ഇത്തരം സാഹചര്യങ്ങളെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്